ഹായ് ഗുഡ് മോർണിംഗ്. നമുക്കിന്ന് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു മുട്ടക്കറി ഉണ്ടാക്കാം. ഈ മുട്ടക്കറി ചോറിൻ്റെ കൂടെ കഴിക്കാൻ അത്ര സുഖം ഉണ്ടാവില്ല കേട്ടോ. നമുക്ക് ബ്രെഡിൻ്റെ കൂടെ, അപ്പത്തിൻ്റെ കൂടെ, ഇടിയപ്പത്തിൻ്റെ കൂടെ കഴിക്കാനൊക്കെ ആയിരിക്കും നല്ല ടേസ്റ്റ്. ചെറിയൊരു മധുരവും നല്ലൊരു എരിവും ഒക്കെയുള്ള ഒരു വ്യത്യസ്തമായ മുട്ടക്കറി. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ മുട്ടക്കറി തയ്യാറാക്കുന്നത് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിപ്പോൾ 4 മുട്ടയ്ക്കായിട്ട് 5 സവോള എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് കുറച്ച് ഗ്രേവി കൂടുതൽ വേണ്ടതുകൊണ്ടാണ് 5 സവോള എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു വലിപ്പമുള്ള തക്കാളി എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള തക്കാളി തന്നെ എടുക്കുക. പിന്നെ എടുത്തിരിക്കുന്നത് ഒരു വലിയ പീസ് ഇഞ്ചി, 3 പച്ചമുളക്. 3 പച്ചമുളക് എന്ന് പറയുമ്പോൾ നല്ല എരിവുള്ള പച്ചമുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ മുളക് പൊടി കുറച്ചേ ചേർക്കുന്നുള്ളൂ, പച്ചമുളകാണ് കൂടുതൽ ചേർക്കുന്നത്. നമുക്ക് ആദ്യം ഈ സവോളയും തക്കാളിയും ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മുടെ മുട്ടക്കറി ഉണ്ടാക്കാം. അപ്പോൾ കട്ട് ചെയ്തെടുക്കണമെങ്കിൽ കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ സവോള ഒന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് ചെറുതായിട്ട് അരച്ചെടുക്കാൻ പോവാണ്. നന്നായിട്ട് അരച്ചെടുക്കല്ല, തരിതരിപ്പായിട്ട് അരച്ചെടുക്കുക എന്ന് പറയില്ല, ആ രീതിയിനേക്കാളും കുറച്ചുകൂടി വലിയ പീസുകളായിട്ടൊന്ന് അരച്ചെടുക്കാൻ പോവാണ്. മിക്സിയിൽ ഒന്ന് പൾസ് ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ സവോള കുറച്ച് വലിയ പീസുകളായിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് കട്ട് ചെയ്തിടാം. ഞാൻ ഈ മിക്സിയുടെ ഈ ജാറിലേക്ക് സവോള നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ എങ്ങനെയെങ്കിലൊക്കെ മുറിച്ചങ്ങോട്ട് ഇട്ട് കൊടുക്കാം. പൾസ് ചെയ്യുമ്പോൾ ഒന്ന് ചെറുതായി കിട്ടണം. നിങ്ങൾ ചോപ്പർ യൂസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ചോപ്പറിൽ കട്ട് ചെയ്താലും മതി. ഞാൻ ചോപ്പർ യൂസ് ചെയ്യാറില്ല, അതുകൊണ്ടാണ് ഞാൻ മിക്സിയുടെ ജാറിൽ ഇങ്ങനെ കട്ട് ചെയ്ത് അരച്ചെടുക്കാൻ പോകുന്നത്. അരച്ചെന്ന് പറഞ്ഞാൽ നന്നായിട്ട് അരയരുത് എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് വേഗം കറി ഉണ്ടാക്കാൻ പറ്റണം, ആ രീതിയിലൊന്ന് മുറിഞ്ഞു കിട്ടണം സവോള. ഇതാ ഈ ഒരു വലിപ്പത്തിലൊക്കെ മുറിച്ചിടാം. എല്ലാ സവോളയും അതുപോലെ തന്നെ ഇഞ്ചിയും നമുക്ക് ഇതുപോലെ മുറിച്ചിടണം. ഇഞ്ചി ഇടുമ്പോൾ ചെറിയ പീസുകളായിട്ട് മുറിച്ചിടാം കേട്ടോ. അപ്പോൾ ഞാൻ സവോള മുഴുവൻ ഇതുപോലെ മുറിച്ചിടട്ടെ. നമ്മുടെ സവോളയും ഇഞ്ചിയും ചേർത്ത് മിക്സിയിൽ ഇതുപോലെ പൾസ് ചെയ്തെടുത്തിട്ടുണ്ട്. പച്ചമുളക് ഞാനൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തക്കാളി ഏറ്റവും തിന്നായിട്ട് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ നമ്മളൊരു പാനിൽ വെളിച്ചെണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയിലേക്ക് ഞാനിപ്പോൾ ചേർക്കാൻ പോകുന്നത് 2 പീസ് തക്കോലം, 1 ഏലക്ക, 2 പീസ് കറുകപ്പട്ട, 4 ഗ്രാമ്പൂ ഇത് ചേർത്ത് കൊടുക്കുകയാണ്. നമ്മുടെ സ്പൈസസ് ഒക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി ഒരു ബേ ലീഫും കൂടി ഇട്ട് കൊടുക്കാറുണ്ട്. ബേ ലീഫ് ഞാൻ 2ആയിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുകയാണ്. റെഡിയാക്കി വെച്ചിരിക്കുന്ന സവോളയും പച്ചമുളകും ചേർക്കുകയാണ്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മുടെ കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മുഴുവനെ ഇപ്പോൾ ചേർത്ത് കൊടുത്താലും കുഴപ്പമില്ല. ഞാനൊരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. തക്കാളിയും അരച്ച് ചേർക്കണമെങ്കിൽ അരച്ച് ചേർക്കാം കേട്ടോ. ഞാൻ തക്കാളി അരച്ച് ചേർക്കാത്തത് എന്താണെന്ന് വെച്ചാൽ എല്ലാം അരച്ച് ചേർത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറിയിൽ ഒന്നും കാണില്ലല്ലോ, അതുകൊണ്ടാണ് തക്കാളി അരയ്ക്കാതെ സവോള മാത്രം ഇതുപോലെ ചേർക്കുന്നത്. അപ്പോൾ ഇനി സവോളയുടെ കളറൊക്കെ ഒന്ന് മാറി വരട്ടെ, അതുവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ സവോളയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ട് ബ്രൗൺ കളറായി പോകണ്ട, ഈ ഒരു കളറായി വരുമ്പോൾ നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. സവോളയുടെ ആ ഒരു റോ ടേസ്റ്റൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഞാൻ പച്ചമുളകിൻ്റെ എരിവ് പറഞ്ഞല്ലോ എങ്കിലും ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നുണ്ട്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ പൊടികൾ കുക്കാവാൻ ആവശ്യമായിട്ടുള്ള എണ്ണ നമ്മുടെ ഈ ഒരു പാനിൽ ഉണ്ടാവണം, ഇല്ലെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം കേട്ടോ. വെളിച്ചെണ്ണയിലാണ് ഞാൻ ഈ ഒരു റെസിപ്പി ചെയ്യുന്നത്. വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യുമ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുന്നത്. ഇനി ഫ്ലെയിം ഒന്ന് കൂട്ടി വയ്ക്കുക. നമ്മൾ ആദ്യം ഫ്ലെയിം കുറച്ച് വെച്ചിട്ടാണ് പൊടികൾ ചേർത്തത്. ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് പൊടികൾ കുക്കായി വരുന്നത് വരെ 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളിയും കറിവേപ്പിലയും ചേർക്കാം. തക്കാളി കട്ട് ചെയ്തിട്ടില്ലെങ്കിൽ അരച്ച് തന്നെ ചേർക്കാം കേട്ടോ. തക്കാളി നന്നായിട്ട് അരച്ചിട്ട് തന്നെ ചേർക്കാം, ഇല്ലെങ്കിൽ കട്ട് ചെയ്തിട്ട് ചേർക്കാം. അത് നമ്മുടെ ഇഷ്ടമാണ് എങ്ങനെ ചേർക്കണം എന്നുള്ളത്. ഇനി തക്കാളി ഒന്ന് കുക്കായി വരാനായിട്ട് നമുക്കിത് അടച്ചു വെച്ച് കൊടുക്കാം. ഒരു 2 മിനിറ്റ് ലോ ഫ്ലെയിമിലാക്കിയിട്ട് അടച്ചു വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ തക്കാളി ചേർത്ത് അടച്ച് വെച്ചിട്ട് 1 മിനിറ്റ് കഴിഞ്ഞു. ഒന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. നിങ്ങൾ തേങ്ങാപ്പാൽ ചേർക്കുന്നില്ലെങ്കിൽ വെള്ളം തന്നെ ചേർക്കാം കേട്ടോ. ഞാൻ തേങ്ങാപ്പാൽ ചേർക്കുന്നുണ്ട്. ഒരു 1/4 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്.
ഇതൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. ആ പൊടികളും തക്കാളിയും ഒക്കെ ഒന്ന് കുക്കായി വരാനാണ് നമ്മൾ ഇതുപോലെ വെള്ളം ചേർത്ത് കൊടുത്തത്. കംപ്ലീറ്റ് ആയിട്ട് കുക്കായി വരാനാണ് നമ്മൾ വെള്ളം ചേർക്കുന്നത്. ഇനി നമ്മൾ വീണ്ടും ഒന്ന് വഴറ്റി കൊടുക്കുക. കുറച്ചുകൂടി വെള്ളം ചേർക്കാം, ഒരു 1/4 കപ്പും കൂടി വെള്ളം ചേർക്കാം. പിന്നെ നമുക്ക് എത്രത്തോളം ഗ്രേവി വേണം എന്നുള്ളതനുസരിച്ച് മുഴുവൻ തേങ്ങാപ്പാൽ ചേർക്കണം എന്നുണ്ടെങ്കിൽ മുഴുവൻ തേങ്ങാപ്പാൽ ചേർക്കാം. ഇല്ലെങ്കിൽ നമുക്ക് മുഴുവൻ വെള്ളം ചേർത്തിട്ട് ഇപ്പോൾ 1-1/4 കപ്പ് വെള്ളം ചേർത്തിട്ട് അങ്ങനെയും ചെയ്യാം. ഞാനിപ്പോൾ കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒരു ഗ്രേവി റെഡിയാക്കിയിട്ട് അതിന് ശേഷം ലാസ്റ്റാണ് തേങ്ങാപ്പാൽ ചേർക്കുന്നത്. ഇതിപ്പോൾ ഒന്ന് എണ്ണ തെളിഞ്ഞ് വരട്ടെ. പാനിൻ്റെ സൈഡിലൊക്കെ ഒന്ന് എണ്ണ തെളിഞ്ഞ് തക്കാളിയൊക്കെ കണ്ടോ നന്നായിട്ട് കുക്കായി, നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ എണ്ണ തെളിഞ്ഞ് വരുന്നത് ഒരു 1 മിനിറ്റും കൂടി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇതാ പാനിൻ്റെ സൈഡിലൊക്കെ എണ്ണ തെളിഞ്ഞ് വരുന്നുണ്ട്. നമ്മളിങ്ങനെ ഇളക്കുമ്പോൾ എണ്ണ കാണാൻ പറ്റുന്നുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് ഗ്രേവിക്ക് അനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരുപാട് വെള്ളം ചേർക്കുന്നില്ല, തേങ്ങാപ്പാൽ ചേർക്കുന്നത് കൊണ്ട് ഒരു 1/4 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന മുട്ട ചേർക്കാം. ആദ്യം ഉപ്പ് ചെക്ക് ചെയ്യുക, അതിന് ശേഷം മാത്രം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഗ്രേവിയൊക്കെ തിളച്ച് പാകമായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ മുട്ട വേവിച്ച് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. മുട്ട വരഞ്ഞിട്ട് ചേർക്കണം എന്നുണ്ടെങ്കിൽ ഒന്ന് വരഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ വരഞ്ഞിട്ടല്ല കേട്ടോ ചേർക്കുന്നത്, അങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ വെള്ളം ചേർക്കാതെ ഈ ഒരു രീതിയിൽ തേങ്ങാപ്പാലും വെള്ളവും ചേർക്കാതെ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ മതി മസാല എന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് കറി എടുക്കാം. എനിക്ക് ഇടിയപ്പത്തിൻ്റെ കൂടെ കഴിക്കാനായതുകൊണ്ട് കുറച്ച് ഗ്രേവി വേണം, അതുകൊണ്ടാണ് ഞാൻ തേങ്ങാപ്പാൽ ചേർക്കാൻ പോകുന്നത്. അപ്പോൾ ഈ മുട്ടയിലേക്ക് മസാലയൊക്കെ ഒന്ന് പിടിക്കാനായിട്ട് നമുക്കൊരു 2 മിനിറ്റും കൂടെ അടച്ചു വയ്ക്കാം. അപ്പോൾ നമ്മൾ വീണ്ടും കറി അടച്ചു വെച്ചിട്ട് ഒരു 1 മിനിറ്റ് കഴിഞ്ഞു. ഇത് കണ്ടോ, കറിയൊക്കെ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ തന്നെ കഴിക്കാമെന്ന് ഞാൻ പറഞ്ഞല്ലോ, ഇതുപോലെ എടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ചെയ്യുന്ന പോലെ കുറച്ച് തേങ്ങാപ്പാൽ, കട്ടി തേങ്ങാപ്പാൽ ചേർത്തിട്ട് ഉടനെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓൺ ചെയ്യരുത്, പിന്നെ എന്താണെന്ന് വെച്ചാൽ തേങ്ങാപ്പാൽ പിരിഞ്ഞു പോകും. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കറി ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു തിക്നെസ്സോട് കൂടി എടുക്കാം. ഇടിയപ്പത്തിനോ അപ്പത്തിനോ ഒക്കെ കറി ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് തേങ്ങാപ്പാൽ ചേർത്തിട്ട് ചെയ്യായിരിക്കും നല്ലത്. അപ്പോൾ ഇതാ നമ്മുടെ മുട്ടക്കറി റെഡിയായി. ഇതിലേക്ക് ഇനി ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർക്കാനുണ്ട്, നമ്മുടെ പെരിഞ്ജീരകം പൊടിച്ചത്, വലിയ ജീരകം പൊടിച്ചത്. ഇതും കൂടി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയോട് കൂടിയ മുട്ടക്കറി. അപ്പോൾ നിങ്ങൾ ഇതുപോലെ മുട്ടക്കറി ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്യൂ. സവോളയൊന്നും മുറിച്ച് സമയം പോവില്ല. ഇതുപോലെ മിക്സിയിൽ മുട്ടക്കറിക്ക് വേണ്ട സവോള കട്ട് ചെയ്ത് അല്ലെങ്കിൽ അരച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഞാനിത് അടച്ചു വെക്കട്ടെ, എനിക്ക് ഇടിയപ്പവും കൂടി ഉണ്ടാക്കാനുണ്ട്, അത് കഴിഞ്ഞിട്ട് നമുക്ക് പ്രസൻറ്റ് ചെയ്യാം. അപ്പോൾ ഇതാ നമ്മുടെ കറിയും ഇടിയപ്പവും നമ്മൾ സെർവ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ ഇതുപോലെ മുട്ടക്കറി ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കൂ. നല്ല തിക്ക് ഗ്രേവിയോട് കൂടിയിട്ടുള്ള മുട്ടക്കറി നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്ത രീതിയൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നുപോയില്ലല്ലോ. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.